എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 5th ചാപ്റ്ററായ ഇലക്ട്രോ കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞായിരുന്നു. അതിന്റെ ലെറ്റസ്റ്റ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആരെങ്കിലും വീഡിയോസുകളൊക്കെ കാണാന്നുണ്ടെങ്കിൽ കാണുക കേട്ടോ. കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സം മെറ്റൽസ് ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. ഇവിടെ ബോക്സിൽ കുറച്ച് മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി സീരീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അനലൈസ് ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരുന്ന പിക്ചർ കണ്ടല്ലോ. എന്താണ് ഇവിടെ ഓരോരോ മെറ്റൽസ് ഇവിടെ എടുത്തിരുന്ന സൊല്യൂഷൻ ഏതാണ്? FeSO4 സൊല്യൂഷൻ ആണല്ലോ. എല്ലാത്തിലും FeSO4 സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓരോരോ മെറ്റൽസ് ഏതൊക്കെയാണ്? മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, അലുമിനിയം ഇതെല്ലാം ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെറ്റൽസ് ക്യാൻ ഡിസ്പ്ലേസ് Fe ഫ്രം FeSO4 സൊല്യൂഷൻ? അല്ലെ, FeSO4 സൊല്യൂഷൻ നിന്നും Fe ഡിസ്പ്ലേസ് ചെയ്യുന്ന മെറ്റൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. മെറ്റൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിയാക്ടിവിറ്റി സീരീസ് തന്നിട്ടുണ്ടല്ലോ. എവിടെയാണ് Fe? ഇതാ ഇവിടെയാണ് നടക്കുന്നത് അല്ലേ. അതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് മറ്റ് മെറ്റൽസുകളെല്ലാം ഉള്ളത് അല്ലേ. അതായത് റിയാക്ടിവിറ്റി കൂടുതൽ, ക്രിയാശീലത കൂടിയ മെറ്റൽസ് ആണ് മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്. എന്തിനേക്കാളും അയണിനേക്കാളും. ക്ലിയർ ആണെന്നല്ലോ. അപ്പൊ ഏതൊക്കെയാണ്? അതൊക്കെ ഡിസ്പ്ലേസ് ചെയ്യുമെന്ന് നമുക്കറിയാം. ഏതൊക്കെ മെറ്റൽസ് ആണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്? Mg അല്ലെ. Mg മഗ്നീഷ്യം ഡിസ്പ്ലേസ് ചെയ്യും, സിങ്ക് ഡിസ്പ്ലേസ് ചെയ്യും, അതുപോലെ തന്നെ അലുമിനിയം. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇത് മൂന്നെണ്ണം, കോപ്പർ ഇല്ല, ഇത് മൂന്നെണ്ണം എന്താണ് ഡിസ്പ്ലേസ് ചെയ്യും. കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യൂല. ക്ലിയർ ആയല്ലോ. വിച്ച് മെറ്റൽസ് കനോട്ട് ഡിസ്പ്ലേസ് Fe? ഏതാണ്? കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണ്? കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യുന്നതിന് കാരണം എന്താണ്? കോപ്പർ എങ്ങനെയാണ്? ലെസ് റിയാക്റ്റീവ് ആണ് ഇല്ലേ. എഫിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞതാണ് കോപ്പറിന് ഇല്ലേ. അപ്പൊ അതുകൊണ്ട് അതെന്താണ്? ഡിസ്പ്ലേസ് ചെയ്യില്ല. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ. അപ്പൊ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. Mg, Al, സിങ്ക് ഇതെല്ലാം ഡിസ്പ്ലേസ് ചെയ്യും, കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യില്ല. അതിന് കാരണം എന്താണ്? കോപ്പർ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ Fe. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാ ഇവിടെ ഒരു സൊല്യൂഷൻ ആണല്ലേ. ഏതാണ് ഇവിടുത്തെ സൊല്യൂഷൻ? AgNO3 സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. അതിലേക്ക് എന്താണ്? ഒരു അയൺനെയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. അയൺനെയിലാണ് വെച്ചിരിക്കുന്നത്. റിയാക്ടിവിറ്റി സീരീസ് ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തൊക്കെയാണ്? വാട്ട് ചേഞ്ച് ഈസ് സീൻ ഓൺ ദ സർഫസ് ഓഫ് അയൺ നെയിൽ? അയൺ നെയിലിന്റെ സർഫസിൽ എന്ത് മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? നമുക്കറിയാം അയൺ നെയിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അയണും ഉണ്ട്, സിൽവറും ഉണ്ട് അല്ലേ. അപ്പൊ ഏതിനാണ് റിയാക്ടിവിറ്റി കൂടിയത്? നമുക്കറിയാം ഏതാണ്. അയൺ ദാ ഇവിടെ കിടക്കുന്നുണ്ട്, സിൽവർ എവിടെയാണ്? താഴെ കിടക്കുന്നത്. അപ്പൊ ഏതിനാണ് റിയാക്ടിവിറ്റി കൂടിയത്? അയണിനാണ് റിയാക്ടിവിറ്റി കൂടിയത്. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അയണിനാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിക്കുന്നില്ല. അയണിന് അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. റിഡക്ഷൻ സംഭവിക്കുന്ന ആർക്കാണ്? സിൽവറിനാണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? അയൺ അവിടെ എന്താണ്? അയൺ ഓക്സിഡേഷൻ സംഭവിക്കുന്ന പറഞ്ഞു. എങ്ങനെയാണ്? Fe ഇല്ലേ. Fe എന്തായിട്ട് മാറുന്നുണ്ട്? Fe3+ ഇല്ലേ. 3 ഇലക്ട്രോൺസിനെ അവിടെ വിട്ടുകൊടുത്ത് Fe3+ ആവുന്നുണ്ട്. ഇവിടെ സൊല്യൂഷൻ ഏതാണ്? സിൽവറും ഇവിടുത്തെ സൊല്യൂഷൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് അല്ലേ. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അയോൺസ് ആയിട്ട് ഇല്ല, അയോൺസ് ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെയുള്ള Ag+ അയൺസ് ഇല്ല, ഒരു ഇലക്ട്രോൺസിനെ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് Ag ആയിട്ട് മാറും, സിൽവർ ആയിട്ട് മാറും ഇല്ലേ. ആ സിൽവർ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? അതാ ഈ അയണിന്റെ മുകൾ ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചേഞ്ച് ആണ് അവിടെ കാണുന്നത്? അയണിന് എന്ത് ചേഞ്ച് വരും? സിൽവർ ഈസ് ഡിപ്പോസിറ്റഡ് എന്ന് പറയാം ഇല്ല. സിൽവർ ഈസ് ഡിപ്പോസിറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് ദി അയണിൽ എന്ന് പറയാം ഇല്ല. സിൽവർ ഇല്ല, സിൽവർ ഈസ് ഡിപ്പോസിറ്റഡ് എന്ന് പറയാം. മനസ്സിലായല്ലോ. ദെൻ കംപ്ലീറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Fe+3AgNO3 ആണ്. അപ്പൊ FeNO3 ത്രൈസ്. പിന്നെ എന്തായിട്ട് മാറുന്നുണ്ട്? Ag ഇവിടെ ഉണ്ടാകുന്ന ഏതാണ്? Ag ആണ് ഉണ്ടാകുന്നത്. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 3Ag എന്ന് വരും. ഓക്കെ. വിച്ച് മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ് ഇൻ ദിസ് കേസ്? ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഏതാണ്? അയണിനാണ് ഇല്ല. കാരണം എന്താണ്? റിയാക്ടിവിറ്റി കൂടിയത് സിൽവറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയത് ആർക്കാണ്? അയണിനാണ്. വിച്ച് മെറ്റൽ ഈസ് റെഡ്യൂസ്ഡ്? റിഡക്ഷൻ സംഭവിക്കുന്ന ആർക്കാണ്? സിൽവറിനാണ് ഇല്ലേ. റൈറ്റ് ദ ഇക്വേഷൻ ഷോവിങ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. നമ്മൾ ഓൾറെഡി എഴുതി. ഓക്സിഡേഷൻ സംഭവിക്കുന്ന അയണിനാണ് അല്ലേ. അയൺ അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ എന്താണ്? റിഡക്ഷൻ സംഭവിക്കുന്ന ആർക്കാണ്? സിൽവറിനാണ് അല്ലേ. അപ്പം സിൽവർ Ag+ ഇല്ലേ. എന്താണ്? ഒരു ഇലക്ട്രോണിനെ അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ട് Ag സിൽവർ ആറ്റമായിട്ട് മാറുന്നുണ്ട്. അതിവിടെ ഡെപ്പോസിറ്റ് ചെയ്യും അയണിന്റെ മുകൾ ഭാഗത്ത്. വിച്ച് മെറ്റൽ ഈസ് ഡിസ്പ്ലേസ്ഡ് ഹിയർ? ഇവിടെ ഏതാണ് ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്ന? ആദർശം ചെയ്യുന്ന ഏതാണ്? ഇക്വേഷൻ കണ്ടില്ലേ. Ag അവിടെ മാറിയിട്ട് അവിടെ എന്തായിട്ട് മാറുന്നുണ്ട്? അയൺ ഇല്ലേ. അപ്പം സിൽവർ ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അയൺ എന്ന് പറയാം ഇല്ലേ. Ag
AG ഈസ് ഡിസ്പ്ലേസ്ഡ്, AGക്കാണ് അവിടെ ആദേശം സംഭവിക്കുന്നത്. AG ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ എന്ന് പറയാം, FE എന്ന് പറയാം, ഇല്ലേ? മനസ്സിലായല്ലോ? ഇതാണ് കാര്യങ്ങൾ കേട്ടോ, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ റിയാക്ടിവിറ്റി സീരീസിന്റെ ബേസിലാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻസർ ഞാൻ ഓരോന്നിനെയും കൊടുത്തിട്ടുണ്ട്, നോക്കി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്താണ്? ഗാൽവാനിക് സെല്ലാണ്. സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. സോൾട്ട് ബ്രിഡ്ജ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം അത് ഏത് സെല്ലാണ്, ഗാൽവാനിക് സെല്ലാന്ന് മനസ്സിലാക്കിക്കോണം. എന്താന്ന് നോക്കിയാൽ എന്തൊക്കെയുണ്ട്? അത് അവിടെ എടുത്തിരുന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്, കോപ്പർ ആണ് ഇവിടെ, ഇല്ലേ? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്, സിൽവർ ആണ്. നെയിം ദ ആനോഡ് ആൻഡ് കാഥോഡ്. ഏതായിരിക്കും ആനോഡ്, ഏതാണ് കാഥോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഏതിനാണ്? കോപ്പറും സിൽവറും ആണ്. റിയാക്ടിവിറ്റി സീരീസ് ഒന്നുകൂടെ നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക കേട്ടോ. ഇതാണല്ലോ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ്. കോപ്പർ എവിടെ കിടക്കുന്നു നോക്കിയേ, കോപ്പറും ഉണ്ട് സിൽവറും ഉണ്ടല്ലോ. അപ്പൊ സിൽവറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയത് ആർക്കാണ്? കോപ്പറാണ്. അപ്പൊ കോപ്പറിനാണ് എന്ത് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഏതാണ്? ആനോഡാണ്. കണക്ട് ചെയ്ത് പോകുന്നുണ്ടോ? അപ്പൊ എനിക്ക് ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണെന്ന് ചോദിച്ചിരുന്നത്. അപ്പം ആനോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? ആനോഡ് കോപ്പർ ആണ്, അല്ലേ? ആനോഡ് കോപ്പർ ആണ്. കാഥോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിൽവറും ആണ്, അല്ലേ? AG, ഇല്ലേ? ആനോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിൽവർ, AG കേട്ടോ. Then write the chemical reaction occurring at ആനോഡ്. ആനോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താണ്. ഇതാണ് നെഗറ്റീവ്, ഇതാണ് പോസിറ്റീവ്, ഇല്ല? ഗാൽവാനിക് സെല്ലാണ്. അപ്പം ഓക്സിഡേഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞു ആനോഡിലാണ്. അതായത് ആനോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോപ്പറാണ്. അതായത് കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ആറ്റ് ആനോഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആനോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഏതാണ്? ആനോഡിൽ എന്താണ്? ഓക്സിഡേഷൻ ആണല്ലേ? അപ്പോൾ ഓക്സിഡേഷൻ ഏതാണ്? Cu, ഇല്ലേ? Cu എന്തായിട്ട് മാറുന്നുണ്ട്? Cu2+, 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തു. അതായത് കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ആറ്റ് കാഥോഡ്, ഇല്ലേ? കാഥോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഏതാണ്? സിൽവർ, അല്ലേ? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. അപ്പൊ സിൽവർ, അല്ലേ? സിൽവർ ആണ് എങ്ങനെയാണ്? ഇലക്ട്രോൺസിനെ, ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് സിൽവർ ആറ്റമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് റിഡോക്സ് റിയാക്ഷൻ, അത് കമ്പൈൻ ചെയ്തിട്ടുള്ള റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വരും? രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക, അല്ലേ? അപ്പം Cu, പിന്നെന്താണ്? Cu+, ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? AG, ഇല്ലേ? Cu+, AG, AG+ ഉണ്ട്. പിന്നെ എന്തായിട്ട് മാറുന്നുണ്ട്? ഇവിടെ Cu2+, പിന്നെന്താണ്? ഇവിടെ AG തന്നെ വരും, ഇല്ലേ? അവിടെ പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ AGയുടെ ഇവിടെ ഉള്ളതല്ലേ? ഇവിടെ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ്? 2 ഇലക്ട്രോൺ വരുന്നുണ്ട്. അപ്പോൾ അതാ നോക്കി, ഇവിടെ നമ്മൾ 2Ag എന്ന് കൊടുക്കും കേട്ടോ. 2Ag എന്ന് കൊടുക്കും. ഇവിടെ നമ്മൾ 2Ag എന്ന് കൊടുക്കും, ഇലക്ട്രോൺ അവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ? ഇലക്ട്രോൺ ഫ്ലോ എങ്ങനെയാണ്? നമുക്കറിയാം അത് ഗാൽവാനിക് സെല്ലാണല്ലേ. അപ്പം എങ്ങനെ അറിയാം? ഇലക്ട്രോണിൻ്റെ ഫ്ലോ അവിടെ ചിത്രത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ്. അതായത് കോപ്പറിൽ നിന്നും, ഇല്ലേ? കോപ്പറിൽ നിന്നും എങ്ങനെയാണ്? സിൽവറിലേക്കാണ് ഇലക്ട്രോണിൻ്റെ ഫ്ലോ വരുന്നത്. ഇത് ആൻസർ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എഴുതിയ കാര്യം തന്നെയാണ്. ആനോഡ് കോപ്പറാണ്, കാഥോഡ് സിൽവർ ആണ്. റിയാക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, റിഡോക്സ് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. കോപ്പറിൽ നിന്ന് സിൽവറിലേക്കാണ് ഇലക്ട്രോണിൻ്റെ ഫ്ലോ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കംപ്ലീറ്റ് ദ ടേബിൾ കേട്ടോ. ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാ നോക്കുക, അയണും കോപ്പറും ആണ്. ആനോഡ് ഏതാണ്? അയണാന്ന് നമുക്കറിയാം. റിയാക്ടിവിറ്റി കൂടിയത് അയണാണ്. കാഥോഡ് ഏതാണ്? കോപ്പറാണ്, ഇല്ലേ? റിയാക്ഷൻ ആയിട്ട് ആനോഡിൽ നടക്കുന്നു, ഓക്സിഡേഷൻ ആണ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ 2 ഇലക്ട്രോൺസിനെ അവിടെ വിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് Fe2+ ആയിട്ട് മാറുന്നുണ്ട്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാണ്? Cu, ഇല്ലേ? Cu2+, ഇല്ലേ? നമുക്കറിയാം 2 ഇലക്ട്രോൺസിനെ അതോട് അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറുന്നുണ്ട്. റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ വരും? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണല്ലോ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്? Fe, അല്ലേ? ഇവിടുത്തെ Fe ഉണ്ട്. പിന്നെ ഏതാണ്? Cu2+ ഗീവ്സ് എന്തായിട്ട് മാറുന്നുണ്ട്? പിന്നെ Fe2+ഉം അതുപോലെ തന്നെ കോപ്പറും ഇലക്ട്രോൺസ് അവിടെ ക്യാൻസൽ ചെയ്ത് പോകും. അതിനടുത്ത് കോപ്പറും എന്താണ്? സിൽവറും ആണ്. കോപ്പറും സിൽവറും ആകുമ്പോൾ നമുക്കറിയാം ആനോഡ് കോപ്പറാണ്. കാരണം എന്താണ്? സിൽവറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയത് കോപ്പറിനാണ്. അപ്പം നമുക്ക് ആനോഡ് നടക്കുന്ന റിയാക്ഷൻ ഏതാണ്? Cu, ഇല്ലേ? Cu2+, 2 ഇലക്ട്രോൺസ്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണല്ലേ. ദെൻ കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ വരും? അതാ നോക്കുക, Cu+ 2Ag ഗീവ്സ് Cu2+ 2Ag. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ കേട്ടോ. നമ്മൾ റിഡോക്സ് റിയാക്ഷനും എഴുതി. ആൻസർ കൊടുത്തിട്ടുണ്ടേ. അടുത്ത നോക്കിയാൽ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ബൈ കമ്പയറിംഗ് ഇലക്ട്രോലൈറ്റിക് സെൽ ആൻഡ് ഗാൽവാനിക് സെൽ. ഇലക്ട്രോലൈറ്റിക് സെല്ലിനെയും ഗാൽവാനിക് സെല്ലിനെയും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നോക്കുക, കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഫില്ല് ചെയ്ത് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് സെല്ല് നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജിയാണ്. ഗാൽവാനിക് സെല്ല് എങ്ങനെയാണ്? ഗാൽവാനിക് സെല്ല് കെമിക്കൽ എനർജി അല്ലേ, കെമിക്കൽ എനർജി കൺവേർട്ടഡ് ടു എന്തായിട്ട് മാറുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോലൈറ്റ് സെല്ലിൽ കൊടുത്തിട്ടില്ല. ഗാൽവാനിക് സെല്ലിൽ എന്താണ്? ആനോഡ് ഹാസ് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓർത്തരങ്കോട്ടെ, ഗാൽവാനിക് സെല്ലിൽ ആനോഡിനാണ് നെഗറ്റീവ് ചാർജ്. പക്ഷേ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡിന്റെ കേസിൽ എങ്ങനെയാണ്? ആനോഡിന് ഏത് ചാർജാണ് വരുന്നത്? ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് ഹാസ് എങ്ങനെയാണ്? പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോലൈറ്റ് സെല്ലിൽ ആനോഡിന് പോസിറ്റീവ് ചാർജാണ്. കാഥോഡ് ഹാസ് നെഗറ്റീവ് ചാർജ് എവിടെയാണ്? ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ. ഇവിടെ എങ്ങനെയാണ്? ഗാൽവാനിക് സെല്ലിൽ വരുമ്പോൾ കാഥോഡിന് ഏത് ചാർജാണ് വരുന്നത്? കാഥോഡ് ഹാസ് പോസിറ്റീവ് ചാർജ്. ദെൻ പിന്നെ എന്താണ്? ഓക്സിഡേഷൻ ഒക്കേഴ്സ് അറ്റ് ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോലൈറ്റ് സെല്ലിൽ എങ്ങനെയാണ്? ആനോഡിൽ തന്നെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ ഇങ്ങനെ എവിടെയാണ് നടക്കുന്നത്? ഓക്സിഡേഷൻ ആനോഡിൽ തന്നെയാണ് നടക്കുന്നത്. ഓക്സിഡേഷൻ ഒക്കേഴ്സ് അറ്റ് ആനോഡാണ്. പിന്നെ റിഡക്ഷൻ ഒക്കേഴ്സ് അറ്റ് കാഥോഡ്. ഇവിടെ എങ്ങനെയാണ്? ഗാൽവാനിക് സെല്ലിൽ റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലാണ്. അത് രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏതാണ്? ചാർജിന്റെ പൊളാരിറ്റി ഉണ്ടല്ലോ, ആ പൊളാരിറ്റിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ഒരെണ്ണം കൺഫേം ചെയ്ത് വെക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെയിൻ പോയിന്റ് ഇതാണ്. നമ്മളല്ലേ, ആനോഡാണ് ഇലക്ട്രോലൈറ്റ് സെല്ലിൽ പോസിറ്റീവ് ചാർജ്, ഗാൽവാനിക് സെല്ലിൽ വരുമ്പോൾ ആനോഡിന് നെഗറ്റീവ് ചാർജ് ആണ്. അത് ഓർത്ത് വെക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേത് വരുന്നത് ഓർക്കുക. ബാക്കി കാര്യങ്ങൾ ഓക്സിഡേഷനൊക്കെ കറക്റ്റ്, രണ്ടും ഒരുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ എനർജി കൺവേർഷനും മനസ്സിലാക്കിയിരിക്കുക. Then observe the figure and answer the questions given below. ഫിഗർ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഐഡന്റിഫൈ ദ ഗിവൺ സെൽ. ഇത് ഏത് സെല്ലാണ്? ഇലക്ട്രിക് എനർജി കൊടുത്തിരിക്കുക. അപ്പോൾ ഏത് സെല്ലാണിത്? ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കും കേട്ടോ. ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്. ഗാൽവാനിക് സെല്ലാകുമ്പോൾ അവിടെ എന്തായിരിക്കും? ഒരു സോൾട്ട് ബ്രിഡ്ജ് കാണും. അതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ 2 ബീക്കറും ഉണ്ടായിരിക്കും. ഇവിടെ ഇലക്ട്രിക് എനർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്. ദെൻ അടുത്തെന്താണ്? നെയിം ദി ഇലക്ട്രോഡ് അറ്റ് വിച്ച് റിഡക്ഷൻ ടേക്സ് പ്ലേസ്. റിഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? അതുപോലെ തന്നെ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ് റിഡക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്നത്. ഇല്ല, ഓക്സിഡേഷൻ എപ്പോഴും നടക്കുന്നത് എവിടെയാണ്? ആനോഡിലാണ്. റിഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? കാഥോഡിലാണ്. റിഡക്ഷൻ കാഥോഡിലും ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? ആനോഡിലുമാണ് കേട്ടോ. ഓക്സിഡേഷൻ നടക്കുന്ന ആനോഡ്. ദെൻ ഇവിടെ ആനോഡും കാഥോഡും ഏതാണ്? ഇവിടെ ആനോഡ് ഏതാണ്? അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ആനോഡ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആണ്, കാഥോഡ് നെഗറ്റീവ് ആണ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ആൻ ഇലക്ട്രോലൈറ്റ്? ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, ഒരു സൊല്യൂഷൻ ആണ്. അത് മോൾട്ടൺ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അക്വ സൊല്യൂഷനായിരിക്കും. അവിടെ കെമിക്കൽ ചേഞ്ച് നടത്തുന്ന ആ ഒരു എന്താണ് സൊല്യൂഷൻ, അത് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ എഴുതുക കേട്ടോ. Then, if the above electrolyte is molten sodium chloride, write the following. ഏത്? ഈ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റിന് അത് മോൾട്ടൺ ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആണെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉരുകിയ സോഡിയം ക്ലോറൈഡ്, ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ഉരുകിയതാണ്. മോൾട്ടൺ ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നടക്കും? അതാന്ന് നോക്കിയാൽ ആനയോൺ അല്ലേ. ആനയോൺ എന്ന് വെച്ചാൽ എന്താണ്? നെഗറ്റീവ് അയണയാണ് നമ്മൾ ആനയോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാറ്റോൺ എന്ന് വെച്ചാൽ പോസിറ്റീവ് ആണ്. അപ്പം സോഡിയം ക്ലോറൈഡ് ആകുമ്പോൾ ഏതാണ്? Na+ ഉണ്ട്, Cl- ഉണ്ട് അല്ലേ. അപ്പോൾ അവിടുത്തെ ആനയോൺ ഏതാണ്? Cl- ആണ്. കാറ്റോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? Na+ ആണ്. നെയിം ദ ഗ്യാസ് ലിബറേറ്റഡ് ഫ്രം ആനോഡ്. ആനോഡിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എവിടെ എന്താണ്? Na+ഉം Cl- ആണുള്ളത് അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? Cl- അല്ലേ. Cl- ദാ ഇങ്ങോട്ട് പോവും ഇല്ലേ. Cl- ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ Na ദാ ഇവിടെ വരുവാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? അതായത് ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? Cl2 ഇല്ലേ. ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത്. Then name the metal deposit. അത് കാഥോഡ്. കാഥോഡിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റൽ ഏതാണ്? സോഡിയം ഇല്ലേ. സോഡിയം മെറ്റലാണ് കാഥോഡിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. റൈറ്റ് ദ റിയാക്ഷൻ അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ്. ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആനോഡിൽ അല്ലേ, ആനോഡിൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് Cl അല്ലെ. Cl- അയൺ ഉണ്ടല്ലോ. Cl- എന്ത് സംഭവിക്കുന്നുണ്ട്? ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. അത് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് Cl2 ഇല്ലേ. Cl2 ആയിട്ട് മാറുന്നുണ്ട്. ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി കാഥോഡിൽ എന്താണ് സംഭവിക്കുന്നത്? കാഥോഡിൽ സംഭവിക്കുന്നത് എന്താണ്? Na+ അയൺ ഇല്ലേ. Na+ അയൺ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? സോഡിയം ഇല്ലേ. സോഡിയം മെറ്റൽ ആയിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്.
ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രോലൈറ്റ്സ് എല്ലാം കാഥോഡും ആനോഡൊക്കെ നമ്മൾ പറഞ്ഞു. ഇലക്ട്രോലൈറ്റ്സ് എന്താന്ന് ക്വസ്റ്റൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിന്റെ ഡെഫിനേഷൻ എഴുതുക. ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനേഷൻ തന്നെയാണ് എഴുതുക കേട്ടോ. പിന്നെ ബാക്കി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കാറ്റോൺ ഏതാണ്, ആനയോൺ ഏതാണ്, ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ ഏതൊക്കെയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ടേബിൾ റിലേറ്റഡ് ടു ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ഗിവൺ ബിലോ. ഇലക്ട്രോളിസിസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ് കേട്ടോ. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആകുമ്പം മൈൻഡിൽ വന്നോണം ഇല്ലേ. സൊല്യൂഷൻ ആകുമ്പോൾ അവിടെ H2O ഉണ്ടല്ലോ, H2O ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സോഡിയം ക്ലോറൈഡ് ആകുമ്പം Na+ഉം Cl- ഉണ്ട് ഇല്ലേ. ഇവിടെ H2O അങ്ങനെയാണ്. ആ കാര്യങ്ങൾ ഓർത്തണം കേട്ടോ. നമ്മൾ ഓർക്കുന്നുണ്ടോ H2O ഇല്ലേ. H2O എങ്ങനെയാണ് 2 ഇലക്ട്രോൺസ് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, ഹൈഡ്രജൻ ഗ്യാസും അതുപോലെ OH- സയൻസോടെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ നമുക്ക് ആനോഡ് കേട്ടോ. ആനോഡിലേക്ക് ഏതൊക്കെയാണ് അട്രാക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആനോഡിലേക്ക് ഏതൊക്കെ വരും? ആനോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്, ആനോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ് ചാർജ് വരുന്നത്. അപ്പോൾ അതാണ് നെഗറ്റീവ് അയൺസ്. നെഗറ്റീവ് അയൺസ് എന്ന് പറയുമ്പോൾ Cl ഇവിടെയുണ്ട്, അതുപോലെ തന്നെ OH ഉണ്ട് അല്ലേ. അപ്പം അതാണ് ഫൈൻഡ് ഔട്ട് A, B ആൻഡ് C എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? എയും ബിയും ഏതാണ്? Cl- അതുപോലെ തന്നെ OH ഇല്ലേ, OH- വരും. ഇനി കാഥോഡിലെ നമുക്കറിയാം സോഡിയം ഇല്ലേ, കാഥോഡിലേക്ക് പോകുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ല. അവിടെ നിന്നാണ് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാണ്? ഹൈഡ്രജൻ ആണല്ലേ. അത് ഇവിടെ ഹൈഡ്രജനുമാണ് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്. ഹൈഡ്രജൻ ഗ്യാസുമാണ് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്. 2 drops of phenolphthalein are added to the electrolyte after the electrolysis. നമ്മൾ അതിലേക്ക് ഇലക്ട്രോളിസിന് ശേഷം നമ്മൾ ഫിനോഫ്തലീൻ ആഡ് ചെയ്യുന്നുണ്ട്. വാട്ട് വിൽ ഹാപ്പൻസ്? ഗീവ് റീസൺ. ഫിനോഫ്തലീൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? സൊല്യൂഷൻ ബിക്കംസ് ഇല്ലേ. സൊല്യൂഷൻ എന്തായിട്ട് മാറുന്നുണ്ട്? സൊല്യൂഷൻ ബിക്കംസ് പിങ്ക് കളർ അല്ലേ. പിങ്ക് കളറായിട്ട് മാറും. അതിന് കാരണം എന്താണ്? പിങ്ക് കളർ കാരണം എന്താണ്? ഒരു ആൽക്കലി ഉണ്ടാകുന്നുണ്ട്. ഉണ്ടായ ആൽക്കലി ഏതാണ്? NOH ഇല്ലേ. സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലി അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ പിങ്ക് കളർ ആവാൻ കാരണം. മനസ്സിലായല്ലോ. ഇത് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എയിലും ബിയിലും ക്ലോറിൻ Cl- OH- ആണ്. പിന്നെ സിയിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. സൊല്യൂഷൻ ബിക്കംസ് പിങ്ക് ആകാൻ കാരണം എന്താണ്? പ്രസൻസ് ഓഫ് ആൽക്കലി ഇല്ലേ. അത് നമ്മൾ ഫിനോഫ്തലീൻ ആഡ് ചെയ്യുമ്പോൾ പിങ്ക് ആവുന്നുണ്ട്. അതിന് കാരണം പ്രസൻസ് ഓഫ് ആൽക്കലി, NaOH പ്രസൻസ് മൂലമാണ് അവിടെ പിങ്ക് ആവാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് സിൽവർ ഓൺ എ കോപ്പർ ബാങ്കിൾ. സിൽവർ കോപ്പർ ബാങ്കിളിലേക്ക് കോട്ട് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെയിം ദീസ് പ്രോസസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കോട്ട് ചെയ്യുന്ന പ്രോസസ്സിന് എന്താണ് പറയുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയും അല്ലേ. ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം എന്നാണ് പറയുന്നത്. പോയിന്റ് ഔട്ട് ദ മിസ്റ്റേക്സ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിലുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഈ പിക്ചറിൽ എന്താണ് മിസ്റ്റേക്കുകൾ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടു ബി കോട്ടഡും അതുപോലെ തന്നെ ഇതിൽ നിന്നാണ് കോട്ട് ചെയ്യേണ്ടത് അല്ലെ. യൂസ്ഡ് ഫോർ എന്താണ്? കോട്ടിങ്ങും. അതെങ്ങനെയാണ് പോസിറ്റീവും നെഗറ്റീവും കൊടുക്കേണ്ട കാര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. യൂസ്ഡ് ഫോർ കോട്ടിങ് അല്ലേ. യൂസ്ഡ് ഫോർ കോട്ടിങ് സിൽവർ റോഡാണ്. സിൽവർ റോഡ് കോപ്പർ ബാങ്കിലേക്കാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം യൂസ്ഡ് ഫോർ കോട്ടിങ് എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. തെറ്റല്ലേ. ഇവിടെ എന്ത് വേണം? ഇവിടെ കൊടുക്കേണ്ടത് പോസിറ്റീവ് ആണ് കൊടുക്കേണ്ടത് അല്ലേ. ഇവിടെ കണക്ഷൻ എങ്ങനെയാണ്? പോസിറ്റീവ് ആണ് കൊടുക്കേണ്ടത്. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കണം ഇങ്ങോട്ട് കൊടുക്കേണ്ടത്. ഇത് ടു ബി ക്വാർട്ടറിലേക്ക് എന്താണ് വേണ്ടത്? നെഗറ്റീവ് ആണ് കൊടുക്കേണ്ടത്. അതൊരു മിസ്റ്റേക്ക്. പിന്നെ എന്താണ് പറയുന്നത്? ഇവിടെ ഇരിക്കുന്ന സൊല്യൂഷൻ നോക്കിയേ. ഇലക്ട്രോലൈറ്റ് ഏതാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഇവിടെ എടുക്കണ്ടേ. സിൽവർ അല്ലേ കോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഏത് സൊല്യൂഷൻ എടുക്കണം? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് എടുക്കേണ്ടത് അല്ലേ. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ ഈ 2 മിസ്റ്റേക്കുകളുണ്ട് കേട്ടോ. അപ്പൊ മിസ്റ്റേക്കുകൾ നോട്ട് ചെയ്ത് വെക്കോട്ടെ. അപ്പൊ എന്താണ് ആദ്യത്തെ മിസ്റ്റേക്ക്? യൂസ്ഡ് ഫോർ കോട്ടിംഗ് ഈസ് ടേക്കൺ ആസ് എ പോസിറ്റീവ് കേട്ടോ. അല്ലെങ്കിൽ സിൽവർ റോഡ് ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് എൻഡ് ഓഫ് ദി ബാറ്ററി. അതുപോലെ തന്നെ കോപ്പർ ബാങ്കിൾ ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് എൻഡ് ഓഫ് ദ ബാറ്ററി. കറക്റ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ആസ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. മനസ്സിലായല്ലോ. അപ്പൊ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാം കേട്ടോ. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Take 3 beakers having the same quantity of water. Take pieces of sodium, magnesium and copper of same size and drop each one to each beaker. അങ്ങനെ പറയുന്നത് 3 ബീക്കർ എടുത്തിരിക്കുകയാണ്. സെയിം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത്. H2 ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് സോഡിയം, മഗ്നീഷ്യം അതുപോലെ തന്നെ കോപ്പർ അത് അതിലേക്ക് ഡിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. വിച്ച് മെറ്റൽ റിയാക്ട്സ് വിഗറസ്ലി?
മനസ്സിലാവുന്നുണ്ടോ? ഏത് മെറ്റലാണ് വിഗ്രസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് റിയാക്ടിവിറ്റി സീരീസ്. സോഡിയം, മഗ്നീഷ്യവും കോപ്പറും ആണ്. അപ്പോൾ ഏതിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ? സോഡിയത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ വിഗ്രസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ആരായിരിക്കും? സോഡിയം ആയിരിക്കും. മനസ്സിലായല്ലോ? വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ? റിയാക്ഷന്റെ ഫലമായിട്ട് അവിടെ ഏത് ഗ്യാസ് ആയിരിക്കും ഉണ്ടാകുന്നത്? ഏത് ഗ്യാസ് ആയിരിക്കും? H2O അല്ലേ, വാട്ടറിലേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ഗ്യാസ് ആയിട്ടാണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ അല്ലേ, ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. റൈറ്റ് ഓൺ ദി കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സോഡിയം ആണല്ലോ റിയാക്ട് ചെയ്യുന്നത്, അതിന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സോഡിയം H2O ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് അവിടെ കിട്ടുന്നത്? നമുക്കറിയാം എന്ത് സംഭവിക്കുന്നുണ്ട്? NaOH അല്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സെയിം പീസസ് ഓഫ് ഡിഫറെന്റ് മെറ്റൽസ് ആർ ആഡഡ് ഇൻ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ പിക്ചർ തന്നെയാണ് കേട്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ്. അതാണ് HCl ആണ്, ഡൈലൂട്ട് HCl ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പലതരത്തിലുള്ള മെറ്റൽസ് ഏതൊക്കെയാണ്? അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, ലെഡ് ഉണ്ട്, അതുപോലെ തന്നെ സിങ്കും ഉണ്ട് അല്ലേ. അപ്പൊ ഇത്രയും മെറ്റൽസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നെയിം ദ മെറ്റൽ വിച്ച് റിയാക്ട്സ് വെരി ഫാസ്റ്റ്. ചിത്രത്തിൽ തന്നെ കാണാം ഇല്ലേ, ഏത് മെറ്റലാണ് വെരി ഫാസ്റ്റ് ആണ് റിയാക്ട് ചെയ്യുന്നതാന്ന് നോക്കി. ഒരുപാട് കുമിളകൾ വന്നിട്ടുണ്ട്. ഏതാണ്? മഗ്നീഷ്യം ഇല്ലേ, മഗ്നീഷ്യമാണ് ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. കാരണം റിയാക്ടിവിറ്റി സീരീസിൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഏതാണ്? മഗ്നീഷ്യമാണ്. വിച്ച് മെറ്റൽ റിയാക്ട് സ്ലോലി? ഏറ്റവും സ്ലോ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാന്ന് നോക്കിയേ. ഏറ്റവും കുറച്ച് ബബിൾസ് വരുന്ന ഏതാണ്? ഇത് PB ഇല്ലേ, PB ആണ്. ലെഡിനാണ് അവിടെ ഏറ്റവും റിയാക്ഷൻ വളരെ കുറച്ച് നടക്കുന്നത്. ഇനി വിച്ച് മെറ്റൽ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ആസിഡ്? ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു ബബിൾസും ഉണ്ടാകാൻ നിൽക്കുന്ന ഏതാണ്? കോപ്പർ ആണ് അല്ലേ. കോപ്പർ ആണ് അവിടെ ഒരു ബബിൾസും ഉണ്ടാവാതെ നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദീസ് മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ്. ഈ മെറ്റൽസ് ഉണ്ടല്ലോ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കോപ്പർ റിയാക്ട് ചെയ്യുന്നില്ല, അപ്പോൾ ബാക്കി എല്ലാത്തിൻ്റെയും കെമിക്കൽ എന്താണ് ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. മഗ്നീഷ്യം ആണ് നല്ലോണം റിയാക്ട് ചെയ്യുന്നത്. അപ്പം മഗ്നീഷ്യം Mg+HCl അല്ലേ, Mg+HCl. അപ്പം എന്താണ് ഉണ്ടാകുന്നത്? MgCl2 ഉണ്ടാവും. ദെൻ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഇക്വേഷൻ ബാലൻസിങ് ആണോ? അല്ല ഇല്ല, അത് അവിടെ ഒരു 2 കൂടെ വരും. ഇക്വേഷൻ ബാലൻസിങ്. അടുത്ത ഏതാണ്? അടുത്തത് അയണിൻ്റെ എഴുതാം അല്ലേ, Fe+. ഇതുപോലെ തന്നെ HCl ആണ്. അപ്പോൾ ഉണ്ടാകുന്ന FeCl2 ആണ് അവിടെ ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ഗ്യാസും ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 വരും. അടുത്ത ഏതാണ്? PB കേട്ടോ, PB+HCl. ലെഡ് സൾഫേറ്റ് ആണ് കേട്ടോ. PbCl2 ഉണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസും ലിബറേറ്റ് ചെയ്യും. ഇതാ ഇവിടെ ഒരു 2 കൂടെ വരും. പിന്നെ ഏതാണ്? Zn അല്ലേ, Zn+HCl ആണ്. ഗീവ്സ് എന്താണ്? ZnCl2 അല്ലേ, അവിടെയും ഹൈഡ്രജൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത്. 2 വരും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നാലാമത്തെ ഡിയുടെ ആൻസർ കേട്ടോ. നെയിം ദ ഗ്യാസ് ഒബ്റ്റൈൻഡ് ഹിയർ. ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ, ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഉണ്ടാകുന്നത്. അറേഞ്ച് ദീസ് മെറ്റൽസ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ, റിയാക്ടിവിറ്റി കൂടുന്ന അനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞത് ഏതാണ്? കോപ്പർ ആണ് അല്ലേ. അപ്പോൾ കോപ്പർ ആദ്യം എഴുതാം. റിയാക്ടിവിറ്റി കൂടിയ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഏതാണ്? ലെഡ് വരും അല്ലേ, PB. പിന്നെ ഏതാണ്? പിന്നെ ചൂടുള്ളതാണ് അയൺ ഇല്ലേ, അയൺ ആണ്. നമുക്ക് ചിത്രത്തിൽ തന്നെ കാണുമ്പോൾ അറിയാം അയൺ ആണ്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നോക്കി ഇച്ചൂടെ കുമിളകളുള്ളത് സിങ്കിന്, പിന്നെ നല്ലോണം കുമിളകളുള്ള ഏതാണ്? Mgക്കാണ്. അപ്പം റിയാക്ടിവിറ്റി സീരീസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതുക. ക്ലിയർ ആയല്ല? പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കൊണ്ട് ഇങ്ങനെ പിക്ചേഴ്സ് വന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്സിഡേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, റിഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ലോണം മനസ്സിലാക്കുക, ചാപ്റ്റർ നല്ലോണം മനസ്സിലാക്കുക, പഠിക്കുക. ഈ ഗാൽവാനിക് സെല്ലും എന്താണ് ഇലക്ട്രോലൈറ്റ് സെല്ലുണ്ട്, അതിലെ കാഥോഡ് ആനോഡ് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്നു, റിഡക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ്, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ പ്രധാനമായിട്ടുള്ള ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും ഏതുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്നും അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരുന്ന വെച്ചാൽ മതി കേട്ടോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസുകളൊക്കെ ക്ലിയർ ആയി കാണുമല്ലോ. അപ്പം നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക, എഴുതിയിട്ട് തന്നെ ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക, എന്നിട്ട് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് വരുത്തി ആൻസേഴ്സുകളൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. പഠിക്കാനുള്ള മാർഗ്ഗം അതാണ്. അപ്പോൾ എങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് നിൽക്കത്തുള്ളൂ.
അപ്പം വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ഇനിയുണ്ട് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് വരും വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇതുപോലെയുള്ള വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സപ്പോർട്ട് ചെയ്യുക. താങ്ക്